ചൊവ്വാഗ്രഹത്തിൽ പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാസയുടെ പെർസിവറൻസ് റോവറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് നാസ പബ്ലിഷ് ചെയ്തത് സെപ്റ്റംബർ മാസം 23-ാം തീയതിയായിരുന്നു. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയായിരുന്നു അന്ന് നാസ അനൗൺസ് ചെയ്തത്. ചൊവ്വാഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 പാറകളുടെ സാമ്പിളുകൾ ഭംഗിയായി കളക്ട് ചെയ്യാൻ പെർസിവറൻസിന് സാധ്യമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലേക്ക് അയച്ചു തരാനും പെർസിവറൻസിന് കഴിഞ്ഞിരിക്കുന്നു. പെർസിവറൻസ് ചൊവ്വാഗ്രഹത്തിൽ ലാൻഡ് ചെയ്ത ജസീറോ ക്രേറ്റർ അല്ലെങ്കിൽ ജസീറോ ഗർത്തത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 2 പാറകളുടെ സാമ്പിളുകളാണ് പെർസിവറൻസ് ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. പെർസിവറൻസിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ടൈറ്റാനിയം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സാമ്പിൾ ട്യൂബുകളിലാണ് ഈ സാമ്പിളുകൾ എല്ലാം തന്നെയും പെർസിവറൻസ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ 2 പാറകൾക്ക് പുറമെ വേറെയും ചില പാറകളിൽ നിന്നും കുറെ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആ സാമ്പിളുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് അത് ഭൂമിയിലേക്ക് അയച്ചു തരാനുള്ള ഒരു മിഷനും കൂടി ഈ പെർസിവറൻസിൽ കൊടുത്തിട്ടുണ്ട്. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടി ഭാവിയിൽ നടത്താൻ പോകുന്ന മാർസ് സാമ്പിൾ റിട്ടേൺ മിഷനിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാൽ ഇത് അർത്ഥമാക്കുന്നത് പെർസിവറൻസ് റോവർ ഒരു തരത്തിലുള്ള അനാലിസിസും ഈ കളക്ട് ചെയ്ത സാമ്പിളുകൾ നടപ്പിലാക്കുന്നില്ല എന്നല്ല. പെർസിവറൻസിൻ്റെതായിട്ടുള്ള രീതികൾ പഠനങ്ങൾ നടത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെയാണ് വേറെ ചില സാമ്പിളുകളെ ഭൂമിയിലേക്ക് ഭാവിയിൽ അയച്ചു തരാൻ പോകുന്നത്. കളക്ട് ചെയ്ത സാമ്പിളുകളിൽ പെർസിവറൻസിന് പഠനം നടത്താനായി പെർസിവറൻസിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഷെർലോക്ക് ഇൻസ്ട്രുമെന്റ്. അതിനോടൊപ്പം തന്നെ വാട്സൺ എന്ന ക്യാമറയും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെന്റിന്റെ സഹായത്താൽ ആ പാറകളിലൂടെ ചൊവ്വാഗ്രഹത്തിൽ മുൻകാലത്ത് എപ്പോഴെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷെർലോക്കിന്റെ പൂർണ്ണമായ നാമം സ്കാനിംഗ് ഹാബിറ്റബിൾ എൻവയോൺമെന്റ്സ് വിത്ത് റാമൻ ആൻഡ് ലുമിനസെൻസ് ഫോർ ഓർഗാനിക്സ് ആൻഡ് കെമിക്കൽസ് എന്നാണ്. ഇതിൽ പ്രധാനമായും 2 ഇൻസ്ട്രുമെന്റുകളാണ് ഉള്ളത്. ഒരെണ്ണം അതിമനോഹരമായ ഒരു ക്യാമറയാണ്. വാട്സൺ എന്ന പേരിലാണ് ഈ ക്യാമറ അറിയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും ആർതർ കോനൻ ഡോയൽ രചിച്ചിട്ടുള്ള ഒരു പുസ്തകം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ്, ഷെർലോക്ക് ഹോംസ്. അതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഷെർലോക്കും വാട്സണും. പക്ഷേ ഇവിടെ പറയുന്ന വാട്സൺ ഡോക്ടർ വാട്സൺ എന്ന സാങ്കല്പിക കഥാപാത്രമല്ല, ഇതൊരു യഥാർത്ഥ കഥാപാത്രം തന്നെയാണ്. ഇതിന്റെ പൂർണ്ണമായ നാമം വൈഡ് ആംഗിൾ ടോപ്പോഗ്രാഫിക് സെൻസർ ഫോർ ഓപ്പറേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ഷെർലോക്ക് തന്നെയാണ്. ഷെർലോക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു അൾട്രാ വയലറ്റ് ലേസർ. ഈ ലേസറിന്റെ സഹായത്താലാണ് ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുന്നത്. ജസീറോ ക്രേറ്ററിന്റെ ഉള്ളിൽ കോടാനുകോടി പാറകളാണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി അതിലെ ഏത് പാറയാണ് ഭൂമിയിലേക്ക് അയച്ചു തരേണ്ടതെന്നും ഏതിലാണ് പഠനങ്ങൾ നടത്തേണ്ടതെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഷെർലോക്ക് എന്ന ആ ഒരു ലേസറാണ്. ഇതിനോടകം തന്നെ ഷെർലോക്ക് ജസീറോ ക്രേറ്ററിൽ അടങ്ങിയിരിക്കുന്ന പാറകളുടെ സ്വഭാവം എപ്രകാരമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഷെർലോക്ക് സയൻസ് ടീമിന്റെ അംഗമായ ഇവാ ഷില്ലർ പറയുന്നത് ഇപ്രകാരമാണ്: ആ ഭാഗത്തുള്ള പാറകൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ്. കൂടാതെ മുൻകാലത്ത് ചൊവ്വാഗ്രഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് ധാരാളമായി ജലം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനും ഷെർലോക്കിന് സാധ്യമായിരിക്കുന്നു. പ്രാചീന കാലത്ത് ചൊവ്വാഗ്രഹത്തിൽ ജലം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില പാറകളെയാണ് ഇപ്പോൾ സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഉപ്പിന്റെ വിഭാഗത്തിൽപ്പെടുന്ന പാറകളാണ്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഷെർലോക്ക്. അവിടെയുള്ള ഇൻസ്ട്രുമെന്റുകളിൽ വെച്ച് ഓർഗാനിക്സിനെ നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഷെർലോക്കിന് മാത്രമാണ്. ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർഗാനിക്സ് ആണ്. ഓർഗാനിക്സിനെ അവിടെ നിന്ന് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുക. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളാണെങ്കിൽ പോലും അവയെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ചും ഈ ഒരു റോവറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന് സാധിക്കുന്നതാണ്. ജസീറോ ക്രേറ്റർ പോലെ ഇത്രയും സമ്പന്നമായ അല്ലെങ്കിൽ ഒരു കാലത്ത് ഇത്രയധികം സമ്പന്നമായിരുന്ന മറ്റൊരു ഗർത്തത്തെ നമുക്ക് ചൊവ്വയിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ ഒരു ലാൻഡിംഗ് പ്ലേസ് തന്നെയാണ് ജസീറോ ക്രേറ്റർ. ക്യൂരിയോസിറ്റി ഈ അടുത്ത കാലത്ത് നടത്തിയ പര്യവേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ചൊവ്വയിൽ ജീവികളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ്. അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചതാണ്. നിങ്ങളത് കണ്ടില്ല എങ്കിൽ അതിന്റെ ലിങ്കും ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. പെർസെവറൻസ് റോവറിന്റെ പ്രധാന ലക്ഷ്യം ചൊവ്വാഗ്രഹത്തിലെ ആസ്ട്രോബയോളജി പഠനങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചൊവ്വയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്തുക. അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് തലത്തിലുള്ള ജീവജാലങ്ങളാണ് അവിടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ചൊവ്വയുടെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുന്നുണ്ടോ?
പെർസെവറൻസിന്റെ ഡിസൈൻ പൂർണ്ണമായും ക്യൂരിയോസിറ്റിയുടെ ഡിസൈൻ തന്നെയാണ്. പക്ഷേ ക്യൂരിയോസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ടെക്നോളജിയിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ക്യൂരിയോസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാകുന്ന മറ്റൊരു പ്രത്യേകത കൂടി പെർസെവറൻസ് റോവറിനുണ്ട്. ഇതിന് മാപ്പ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു ദിവസം 200 മീറ്റർ വരെ തനിയെ സഞ്ചരിക്കാൻ കഴിയും. ഇങ്ങനെ തനിയെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന പാതയുടെയും അതിന്റെ പരിസര പ്രദേശത്തിന്റെയും ഭൂപടം ഇതിന് ചിത്രീകരിക്കാൻ സാധിക്കും. ശേഷം അതിനെ ഭൂമിയിലേക്ക് അയച്ചു തരാനും കഴിയുന്നതാണ്. നിലവിൽ ക്യൂരിയോസിറ്റിയിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിളുകളെ അത് തന്നെ അനലൈസ് ചെയ്യുകയാണ്, അത് തന്നെ പഠനത്തിന് വിധേയമാക്കുകയാണ്. പക്ഷേ ഭൂമിയിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പരിധികൾ ഉണ്ടാവുകയില്ല. ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് വേണമെങ്കിലും ആ സാമ്പിളുകളിൽ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. പെർസെവറൻസിൽ, അതായത് മാർസ് മിഷൻ 2020ൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം കൂടെ നടത്തുന്നുണ്ട്. അതായത് അവിടെ നിന്നും ഒരു സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി പെർസെവറൻസ് അവിടെ ഡ്രില്ല് ചെയ്യുന്നു. ഡ്രില്ല് ചെയ്ത് അവിടെ നിന്ന് എടുക്കുന്ന സാമ്പിളിനെ ഭംഗിയായി മൂടുന്നു. ശേഷം അതിനെ ഒരു ട്യൂബിലാക്കി അതിനെ സീല് ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നും റോക്കറ്റിന്റെ സഹായത്താൽ തിരികെ ഭൂമിയിലേക്ക് ആ ഒരു ട്യൂബിനെ എത്തിക്കുന്നു. വർഷങ്ങളെടുക്കും ആ ട്യൂബ് നമ്മളിൽ എത്തിച്ചേരാൻ. കൃത്യമായി പറഞ്ഞാൽ 2031 ആ ട്യൂബ് നമ്മളിൽ എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് വരെ മനുഷ്യൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു അന്യഗ്രഹ എക്സ്പ്ലോറേഷൻ ആയിരിക്കും പെർസെവറൻസ് നടത്താൻ പോകുന്നത്. ഇത് വളരെ ചെറിയ ഒരു കാൽവെപ്പാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ കാൽവെപ്പുകളാണ് ശാസ്ത്രത്തെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു കാൽവെപ്പും വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. കൂടുതൽ അറിവുകൾ നമ്മൾ എത്തിച്ചേരുന്നതാണ്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ചൊവ്വാഗ്രഹത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ വെച്ച് ഓർഗാനിക്സിനെ നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.